സഭയിൽ ഉള്ള ഒരു ആരായാലും, ഒരു വ്യക്തിയോടായാലും, ഒരു പള്ളിയിലെ അച്ഛനോടായാലും, ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് പറയുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടെയെല്ലാം പ്രത്യേകിച്ചും പിണറായിയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുടെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് സൂക്ഷിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ അത് പിണറായി സ്റ്റൈലാണ്. ആ പിണറായി സ്റ്റൈൽ അത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. തകിയുടെ ഭാഷയിലോ മറ്റ് സാഹിത്യ ഭാഷയിലോ ഒന്നും പറയാൻ പിണറായിക്കറിയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട്, ഒരു ചെത്തുകാരന്റെ മകനായിട്ട് വളർന്ന് വന്ന് വലിയ രാഷ്ട്രീയ നേതാവ് ആയപ്പോൾ പോലും സാധാരണക്കാരന്റെ ഭാഷയും ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ സാധാരണക്കാരന്റെ ഭാഷയിലുള്ള ഭാഷകൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ ഭാഷ വേണ്ടായിരുന്നു. കാരണം പൊതുജനത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഭാഷാപ്രയോഗമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. കുറച്ചുകൂടെ ഭാഷകൾ പറയുമ്പോൾ പിണറായി പറയാൻ എന്തും പറയാം, മുഖ്യമന്ത്രി എന്നല്ലേ പറയുമ്പോൾ വാക്കുകൾ കുറച്ചുകൂടെ കരുതലോടെ കൂടി പറയുന്നതായിരിക്കും അഭികാമ്യം. ഈ പ്രചരണ സമയത്ത് ശോഭാ സുരേന്ദ്രൻ ഉടനീളം പറഞ്ഞത് SNDPയും വെള്ളാപ്പള്ളി നടേശനും തനിക്കൊപ്പമാണ്. ചേർത്തലയിലെ തന്നെ മണ്ഡല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പോലും പ്രീതി നടേശനാണ്. ഇവിടെ പോലും വോട്ട് കൂടുതൽ ശോഭിക്കാൻ വേണ്ടി ആ രീതിയിൽ മാനസികമായും ശോഭയ്ക്കൊപ്പമായിരുന്നു. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ആരുടെ ഒപ്പമല്ല, എന്റെ ഭാര്യയുടെ ഒപ്പമായിരുന്നു. എന്ത് ചെയ്യാനെന്നോ അപ്പൊ ഈ ബൂത്തിൽ നിയോജക മണ്ഡലം വരെ BJP കൊണ്ടുപോയ സ്ഥലമില്ലേ? എന്റെ ബൂത്തിൽ മാത്രമല്ല, നിയോജക മണ്ഡലം വരെ BJP കൊണ്ടുപോയില്ലേ? എന്താ കാര്യമൊന്ന് ഇടതുപക്ഷം ചിന്തിക്കട്ടെ. ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല, ഇവിടുത്തെ പിന്നോക്കക്കാർക്കുള്ള പ്രതിഷേധം, അവരോട് കാണിക്കുന്ന വിവേചനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തു വന്നാലും മുസ്ലിം പ്രീണനം. മുസ്ലിമിനെ പ്രീണിപ്പിച്ചോ, അവരിൽ നിന്ന് 10 പേരെ എടുത്ത് കൂടെ നിർത്തി രാജ്യം ഭരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതൊരു ഇലക്ഷൻ വന്നപ്പോൾ കിട്ടിയ ഒറ്റ എണ്ണം ഇരുണ്ട വെള്ളത്തോടല്ലേ ആവുന്നത്. ഇടതുപക്ഷത്തിന് വല്ലതും കിട്ടിയ അവരെല്ലാം മുസ്ലിങ്ങൾക്ക് തന്നെ വോട്ട് കൊടുത്തു അതിഗംഭീരമായിട്ട്. അപ്പൊ ഇടതുപക്ഷത്തിന് വോട്ടൊന്നും കിട്ടിയില്ല. കാന്തപുരം ഉണ്ടെന്ന് പറഞ്ഞു, കാന്തവും ഇല്ല, ഒന്നുമില്ല. വോട്ട് വന്നു. ആർക്ക് കൊടുത്തിരുന്നു? കൊടുത്തില്ല. കൊടുത്തിട്ട് എന്ത് പ്രയോജനം? കൊടുത്തിട്ട് എന്ത്? പിന്നെ എവിടെ ഒരു കൊടുത്ത സ്ഥലം പറ, കൊടുത്തതിന്റെ എന്ത് റിസൾട്ട്? കാന്തപുരം ഒരു വോട്ട് ബാങ്കാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ. കാന്തപുരം വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ മലപ്പുറത്തും എന്നിങ്ങനെ സംഭവിക്കില്ല. അവർക്ക് ഏറെ ആളുകളുള്ള മലപ്പുറത്ത് അവർക്ക് വിചാരിച്ച ഒന്നും നടന്നില്ലല്ലോ. ലീഗ് വിചാരിച്ചതല്ലേ നടന്നത്. ഈ ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വമേ ന്യൂനപക്ഷം എന്നുള്ള ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി കൊടുത്തതാണ്, ഇവിടുത്തെ ജയസാധ്യതയെ പരിഗണിക്കാതെ. കാരണം ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് ജയസാധ്യത കുറവാണെന്ന്. അങ്ങനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലൊരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതാണ് എന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആര് ഇപ്പൊ നിൽക്കുന്ന ന്യൂനപക്ഷത്തിനുപരി ഒരു ജന പിന്തുണ ഉള്ളവൻ വേണ്ടേ? അതോടൊപ്പം തന്നെ പാർട്ടി അടിത്തട്ടിൽ പ്രവർത്തിച്ച് വരുന്ന ഒരാൾ വേണ്ടേ? ഇത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളിൽ നിന്ന് കെട്ടിയിറക്കി ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പിൻബലവും അതിന്റെ പരിഗണനയല്ലേ കിട്ടുന്നത്. കാരണം മുസ്ലിം ഒരു പരിഗണന കൊടുത്തുകൊണ്ട് MP ആകണം. അങ്ങനെ ഇവിടെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കണം. ഒരാളുടെ കൊടുത്താൽ പോരെ. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ പരിഗണന കിട്ടും. മലപ്പുറത്ത് കിട്ടുമോ? കോട്ടയത്ത് കിട്ടുമോ? അപ്പൊ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാർക്കൊക്കെ പരിഗണന നൽകേണ്ട ആലപ്പുഴയ്ക്ക് പോലും ആരിഫിനെ കുടുംബമായിട്ടുള്ളവരെ നിർത്തിയത് തന്നെ തെറ്റായിപ്പോയി. NDAക്ക് SNDP ആരുടെ കൂടെ ഇല്ലായിരുന്നു. ആരുടെ കൂടെ ഇല്ല. ശോഭ ജയിക്കണമെന്നുള്ളതല്ല, ജോബിനോട് ഒരു വിരോധമില്ലായിരുന്നു. ഈ
ഈഴവ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ മറിഞ്ഞിട്ടുള്ളത്. സിപിഎമ്മിന്റെ അടിത്തറയൊക്കെ ഇപ്പൊ കാർത്തികപ്പള്ളി ആണെങ്കിലും കരുവാറ്റി ആണെങ്കിലും ഒക്കെ അവിടെ ഈഴവ വോട്ടുകൾക്ക് ഒരുപാട് സ്വാധീനമുള്ള കായംകുളത്തെ പഞ്ചായത്തുകളിലും ഒക്കെ മറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഈ പോയ വോട്ടുകൾ അതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ആയിട്ട് കരുതുന്നുണ്ടോ, അതോ ഭരണവിരുദ്ധ വികാരം മാത്രമായി സ്ഥാനാർത്ഥികൾക്ക് ഇഴയുള്ളത് മാത്രമല്ല, BJPയുടെ താല്പര്യത്തിനുപരി ഈഴവരാണ് മാറിയത്. അത് തിരുവനന്തപുരത്താണെങ്കിൽ അത് തന്നെ സംഭവിച്ചത്. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, വർക്കലായാലും കോട്ടയത്തായാലും ഈഴവ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം ഇങ്ങനെ മാറിയത്. ഈ മാറാൻ കാരണം എന്താണ്? അവരുടെ വേദനയും പ്രയാസമാണ്. അത് UDFിലേക്ക് പോയിട്ട് എന്ത് കാര്യം? അവരിൽ നിന്ന് ഒരു പ്രയോജനം കിട്ടാത്ത വിഭാഗമല്ലേ ഈഴവര്. അവരെന്നും ന്യൂനപക്ഷ പ്രീണനല്ലേ അവരുടെ കയ്യിലുള്ളു. അപ്പൊ ഇപ്പറയുള്ളവര് ഒരു ആശ്രയിച്ച് വർഷങ്ങളോളം നിന്നിട്ട് ഇവിടെ നിന്ന് നീതി കിട്ടിയ അവർക്ക് LDFിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അവര് നേരെ ആശ്രയിക്കാൻ മറ്റൊന്നും കണ്ടെത്തിയത് NDAയാണ്. അത് സ്വാഭാവികമല്ലേ. BJP ആയോ ആരായോ എന്നുള്ളതല്ല. രണ്ടിടത്തും നീതി കിട്ടാത്ത 3 പാർട്ടിയിലേക്ക് പോയി വോട്ട് കുറെ എന്നുള്ള സത്യമാണ്. ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ BJPയുടെ ഈ വളർച്ച ശരിക്കും പേടിപ്പിക്കേണ്ട സ്ഥാനമല്ലേ? കാരണം ഇത്രയും തീർച്ചയായിട്ടും ഇവിടെ സൗഹാർദ്ദത്തിന് കുറവൊന്നുമില്ല. ഈ BJP ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ അവരുടെ ലക്ഷ്യം അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പല അസംബ്ലി തെരഞ്ഞെടുപ്പിലും അസംബ്ലിയിലും വടക്ക് തെക്ക് അവർക്ക് മഹാഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഗ്രിപ്പ് കിട്ടിയും സെൻട്രൽ അവർക്ക് ഭരണം തുടർച്ചയായിട്ട് കിട്ടാനൊരു അവസരം ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ തീർച്ചയായും കേരളത്തിൽ ഒരു അടുത്ത ത്രിതല അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സീറ്റ് ഉറപ്പിക്കാൻ നോക്കുമെന്നുള്ള നേരാണ്. ഈ കായംകുളത്ത് ശോഭയ്ക്ക് സാധ്യതയുണ്ടോ? ഈ ശോഭ കായംകുളം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് അവർ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയുമോ? കാരണം പലയിടത്തും 2ാം സ്ഥാനത്ത് നേരിയ വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം രാഷ്ട്രീയമാണ്, മാറിയും വരും. ഞാൻ പറഞ്ഞില്ലേ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാം കോൺഗ്രസ് ജയിച്ചെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ തിരിഞ്ഞു കാണുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരിക്കലും തൃശ്ശൂർ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആരും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വോട്ടിന്റെ മറുച്ചിലും തിരിച്ചിലുമാണെന്ന് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ഒന്നും പറയാനില്ല. ഒരു കാര്യം, BJPക്ക് കേരളത്തിൽ പഴയതിനേക്കാൾ വേരുറച്ചു വരാണ്ട് 20% എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20% വരെ ഒരു വോട്ട് ഇവിടെ നേടിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല.